എനിക്ക് ഭദ്രമായിട്ടുള്ളതിനെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കാഴ്ചയെ കേൾവിയെല്ലാം ഉദാത്തീകരിക്കുന്ന എന്നിലെ സ്വത്വത്തോടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഇപ്പൊ രണ്ട് ഭാവം എനിക്കുണ്ട്. ഒന്ന് പ്രാർത്ഥിക്കുന്നവനായ ഞാൻ, രണ്ട് പ്രാർത്ഥന കേൾക്കുന്നവനായ ഞാൻ. ഇത് ഗുരുവിലുമുണ്ട്, ശിഷ്യനിലുമുണ്ട്. പ്രാർത്ഥന കേൾക്കുന്ന എനിക്ക് പ്രാർത്ഥിക്കുന്ന എന്നെ മനസ്സിലാവുകയും ആ പ്രാർത്ഥന കേട്ട് അത് ഫലവത്തായി എന്ന് പ്രാർത്ഥിക്കുന്നവനായി എനിക്ക് തോന്നുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു സംതൃപ്തി, അതിനുള്ളതാ പ്രാർത്ഥന. ഇത് തികച്ചും ശാസ്ത്രീയവുമാണ്. കാരണം നിങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോഴും അത് തന്നെ ചെയ്യണേ. ആ വിഷ്ണു രൂപത്തിന് മുമ്പിൽ കൈകൂപ്പുമ്പോ, നിങ്ങളുടെ മനസ്സുകൊണ്ട് അതിനോട് പ്രാർത്ഥിക്കുമ്പോൾ, ആ പ്രാർത്ഥനാവേളയിൽ നിങ്ങൾ ആ വിഷ്ണു രൂപമായി മാറുന്നുണ്ട്. അല്പസമയത്ത് ആ നിങ്ങൾ അതായി മാറുമ്പോൾ അതിന്റെ ശിലാരൂപം അത് കൈവഴിയും. നിങ്ങൾക്കോ എനിക്കോ ലോകത്തിനോ യാതൊരു ഉപദ്രവവും ചെയ്യാതെ ഒരു ചേഷ്ടയും കൂടാതെ ഇരിക്കുന്ന ആ ശിലാരൂപം അല്പസമയത്ത് നിങ്ങളുടെ സങ്കല്പത്തിൽ, എന്റെ സങ്കല്പത്തിൽ, എന്റെ ബോധപ്രക്രിയയിൽ വിശ്വവ്യാപകനായ വിഷ്ണുവായിത്തീരുന്നുണ്ട്, സർവജ്ഞനായ വിഷ്ണുവായിത്തീരുന്നുണ്ട്. എന്റെയും നിങ്ങളുടെയും എന്നല്ല, സമസ്ത ചരാചരാന്തർഭൂതമായിരിക്കുന്ന സകല വിചാര വികാരങ്ങളെയും ഉൾക്കൊണ്ടറിഞ്ഞ് അതിനെ മുഴുവൻ പരിപാലിപ്പിക്കുന്നവനായ ഒരു വിഷ്ണുവായി അത് തീരുന്നുണ്ട് എന്റെ സങ്കല്പം. ഇപ്പൊ എന്റെ സങ്കല്പത്തിലായതുകൊണ്ട് ഞാനായിത്തീരുന്നുണ്ട്. ആ ഞാൻ എനിക്ക് പ്രതിദ്വന്ദിയായി നിന്ന് എന്നോട് സംവദിക്കുമ്പോൾ ഞാൻ ആ ആളിനോടാണ് പ്രാർത്ഥിക്കുന്നത്. എനിക്കത്, എനിക്കിത്, എനിക്കങ്ങനെ, എനിക്കിങ്ങനെ ഒക്കെ നേട്ടം ഉണ്ടാവണം. അപ്പൊ ഞാൻ തന്നെ അവിടെ നിന്നോട് പറയാണ്, ഈ പ്രാർത്ഥനയൊക്കെ ഞാൻ കേട്ടിരിക്കുന്നു വത്സ, തഥാസ്തു, അങ്ങനെ ഭവിക്കട്ടെ എന്ന് എന്നോട് പറയുന്നതായി തോന്നുമ്പോഴാണ് എനിക്ക് പ്രാർത്ഥനയിൽ ഇറങ്ങിപ്പോകുമ്പോൾ ചാരിതാർത്ഥ്യവും ആനന്ദവും ഉണ്ടാകും.